ദിക്റുകളൊക്കെ ചെല്ലുന്നത് എനിക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ദിക്റുകൾ ചെല്ലി എന്ന് കരുതി കിട്ടാതിരിക്കത്തില്ല. ഒരു പക്ഷേ അല്പതാമസം വന്നു എന്ന് വരും എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മളെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഞാനൊന്ന് താമസിപ്പിച്ച് നോക്കട്ടെ, ഇവർ ചെല്ലോ ഇല്ലയോ എനിക്കൊന്ന് അറിയണം എന്നുള്ളതും അതൊരു പരീക്ഷണമാക്കി ചിലപ്പോൾ ചില ആളുകളുടെ പേരിൽ അള്ളാഹു വയ്ക്കാറുണ്ട്. അതുകൊണ്ട് ദിക്ർ ചെല്ലി കിട്ടത്തില്ല എന്നുള്ള ഒരു മനോഭാവം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും പറഞ്ഞിരിക്കുന്ന പ്രധാനമായ ഒരു ദിക്റാണ്, അള്ളാഹുവിൻ്റെ ദിക്റാണ്. ഈ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, എല്ലാ പ്രയാസങ്ങൾക്ക്, വൈഷമ്യങ്ങൾക്ക്, ദാരിദ്ര്യങ്ങൾക്ക്, ഇടങ്ങേറ്, ആപത്ത്, മുസീബത്ത് ഇതൊന്നും ഉണ്ടാകുകയില്ല. അഥവാ ഉണ്ടായാൽ തന്നെയും ഇതിനെല്ലാത്തിനും ഒരു പരിഹാര മാർഗമാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. ഈ ദിക്ർ നമ്മൾ ഇന്ന ദിവസങ്ങളിൽ ഇത്ര ദിക്ർ വീതം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദിക്ർ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഉദ്ദേശവും നമ്മൾ മനസ്സിനകത്ത് വേണം. അള്ളാഹുവേ, ഞാൻ ഈ ദിക്ർ നിൻ്റെ പരിശുദ്ധമായ ഈ ദിക്ർ ഞാൻ ചെല്ലാൻ പോവുകയാണ്, ഈ വിധ കാര്യങ്ങൾക്കെല്ലാം നീ എനിക്ക് പരിഹാരമാർഗം നീ തരണേ അള്ളാ എന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് പൂർണ്ണമായി വിചാരിച്ച് ആ നല്ല ചിന്തയോട് കൂടി ഇരുന്ന് വേണം ഈ ദിക്ർ ചെല്ലേണ്ടത്. ഈ ദിക്ർ ചെല്ലുന്ന സമയത്ത് എപ്പോഴാണോ ഈ ദിക്ർ ചെല്ലാൻ തുടങ്ങുന്നത് ആ സമയം കുറഞ്ഞത് ഒരു 33 ദിക്ർ അപ്പോൾ നിങ്ങൾ ചെല്ലണം. അങ്ങനെ തുടർച്ചയായി ഒരു 3 ദിവസമെങ്കിലും ഈ ദിക്ർ ഇങ്ങനെ ചെല്ലണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ കിട്ടുമ്പോഴെല്ലാം ഈ ദിക്റുകൾ ചെല്ലാവുന്നതാണ്. ആർക്കും ഒന്നും കൊടുക്കേണ്ട, ഒരു പൈസയുടെ ചെലവ് പോലും നോക്കുണ്ടാകുന്നില്ല. നമ്മൾ എത്രയോ കാര്യങ്ങൾ ആവശ്യമില്ലാതെ പറഞ്ഞ് കളയുന്നു. അതിനെങ്ങാനും വല്ല ഗുണങ്ങളും നമുക്കുണ്ടോ? എന്നാൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഈ ഭാഗം ഇതെന്ന് പറയുന്നത് എപ്പോഴായാലും ശരി ഒരു ദിക്ർ നമ്മൾ ചെല്ലിയാൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ദിക്ർ നമ്മൾ ചെല്ലിയാൽ അത് ദുനിയാവിലും ആഖിറത്തിലും അത് റിക്കാർഡാണ്. അതിന് പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു നമുക്ക് തരിക ചെയ്യും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഒരു പക്ഷേ നമ്മൾ ഈ ദിക്റുകൾ ചെല്ലുമ്പോൾ വിചാരിക്കും, ഞാൻ എത്രയോ നാൾ കൊണ്ട് ഈ ദിക്റുകളൊക്കെ ചെല്ലുന്നത് എനിക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ദിക്റുകൾ ചെല്ലി എന്ന് കരുതി കിട്ടാതിരിക്കത്തില്ല. ഒരു പക്ഷേ അല്പതാമസം വന്നു എന്ന് വരും എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മളെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഞാനൊന്ന് താമസിപ്പിച്ച് നോക്കട്ടെ, ഇവർ ചെല്ലോ ഇല്ലയോ എനിക്കൊന്ന് അറിയണം എന്നുള്ളതും അതൊരു പരീക്ഷണമാക്കി ചിലപ്പോൾ ചില ആളുകളുടെ പേരിൽ അള്ളാഹു വയ്ക്കാറുണ്ട്. അതുകൊണ്ട് ദിക്ർ ചെല്ലി കിട്ടത്തില്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ കൂടി ആരും അതിനകത്തൊരു വൈഷമ്യം കാണിക്കരുത്. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദിക്റിൻ്റെ അർത്ഥം എന്താണെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ദിക്റിൻ്റെ അർത്ഥം അതി വലിയൊരു അർത്ഥം വേറെ നമുക്കുണ്ടോ? ഇതുവരെ നമുക്ക് വേറൊന്നുമുണ്ടോ? വേറെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല, നമ്മളിലും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ദിക്ർ ചെല്ലണം. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, ദാരിദ്ര്യങ്ങൾ, വൈഷമ്യങ്ങൾ, ഇടങ്ങേറുകൾ, ആപത്തുകൾ ഇതെല്ലാം അങ്ങ് മാറുകയാണ്. അതോടൊപ്പം നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു. സമ്പൽ സമൃദ്ധി എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ആവശ്യമുള്ള സമ്പത്ത്, നമ്മൾ ചെയ്യുന്ന തൊഴിലിലും നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മൾ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളിലും എല്ലാം ഐശ്വര്യങ്ങളും ബർക്കത്തുകളും വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും ഒരു വർധനമായിട്ട് തന്നെ മാറുകയാണ്. അതോടൊപ്പം നമുക്ക് സാമ്പത്തികമായ വളർച്ച നമുക്കുണ്ടാകുന്നു. ഇതോടൊപ്പം ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു വഴി നമ്മൾ കാണിക്കരുത്. നമസ്കരിക്കണം, ദിക്ർ ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, ധർമ്മം കൊടുക്കണം, സത്പ്രവൃത്തികളൊക്കെ ചെയ്യും വേണം. അനാവശ്യമായ നടപടിക്ക് കഴിവതും നമ്മൾ പോകാതിരിക്കണം. അനാവശ്യമായ ഒരൊറ്റ നടപടിക്ക് പോലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് എതിരായിട്ട് ഒരൊറ്റ സംഗതി നമ്മൾ കഴിവതും നമ്മൾ ചെയ്യാൻ പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെയും അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അതിനെല്ലാം ഒരുപാട് പശ്ചാത്തലപ്പിക്കേണ്ടിയിരിക്കുന്നു, തൗബ ചെല്ലേണ്ടിയൊക്കെ ഇരിക്കുന്നു. എന്നാൽ തന്നെയും കഴിവതും തിന്മയിലേക്ക് നമ്മൾ പോകാതെ കണ്ട് നമ്മൾ ശ്രമിക്കണം എന്നും കൂടി ഇതോടൊപ്പം പറയുകയാണ്. ഞാനിപ്പോഴതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. ഞാൻ ഈ ദിക്ർ ഇപ്പോൾ ചെല്ലുകയാണ്. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സാധാരണ ചെല്ലുന്ന ദിക്റാണ്. എങ്കിൽ തന്നെയും ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിക്ർ ഞാൻ ചെല്ലുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. അത്ര പാട് ഒന്നുമുള്ള കാര്യമൊന്നുമല്ല. ഒന്നും കൂടി പറയുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ
വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ഇത് ചെല്ലുമ്പോൾ ഒരു 33 പ്രാവശ്യം ചെല്ലണം. ചെല്ലേണ്ട സമയം എപ്പോഴും എന്ന് ചോദിച്ചാൽ കഴിവതും സുബഹി നിസ്കരിക്കുന്നതിന് ശേഷം നമുക്കിപ്പോൾ സമയം കിട്ടുമല്ലോ. സുബഹി നിസ്കരിച്ചതിന് ശേഷം വരുന്ന ചെല്ലിയാൽ കുറച്ച് നല്ലത് തന്നെ. അതല്ലേ ഇശാ നിസ്കരിച്ചതിന് ശേഷം നമുക്ക് ആവശ്യം പോലെ നമുക്ക് സമയം കിട്ടുമല്ലോ, അപ്പോഴും ചെല്ലാം. പിന്നെ അസറിന് ശേഷവും നമുക്ക് ചെല്ലാൻ കഴിയും. പിന്നെ കിട്ടുന്ന സമയം മൊത്തം ചെല്ലാം. ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തീർക്കാൻ ലോകത്തൊരൊറ്റ മനുഷ്യർക്ക് പോലും കഴിയത്തില്ല. ഇത് അത്രത്തോളം യാത്രമായി കിടക്കുന്ന അർത്ഥമാണ്. അല്ലാഹുവേ, ഇതെല്ലാം അങ്ങ് അടങ്ങിയിരിക്കുകയാണ്. എല്ലാവിധ ഗുണങ്ങളും ഇതിനകത്ത് കിട്ടുകയാണ്. എല്ലാ ആരാധനയും അള്ളാഹുവിനാകുന്നു. സർവ്വ ആരാധനയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിനാകുന്നു. അതുകൊണ്ട് ഈ ദിക്ർ നിസ്സാരമായ ദിക്റല്ല. നമ്മുടെ പാവങ്ങൾ വരെ അള്ളാഹു തആല പുറത്തു തരികയാണ്. ഗുണങ്ങൾ ഉണ്ടാക്കി തരികയാണ്. സമ്പത്ത് ഉണ്ടാക്കി തരികയാണ്. എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ മടിക്കണ്ട, ഈ ദിക്ർ ചെല്ലുക എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.